പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശിനോട് കിരണും ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചന്തുവിനെ എങ്കിൽ ഇനിയിപ്പോൾ ഇതൊക്കെ തെളിയിക്കാൻ നടക്കണോ എന്ന്. അതെന്ത് ചോദ്യമാണ് എന്നറിയില്ല. ഏതായാലും ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ ഇനി ഏതായാലും ആ കുട്ടിയെ ആ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാനോ വിട്ടുകളയാനോ ഒന്നും പോകുന്നില്ല, എന്നും അവിടെ തന്നെ കാണും. ആ സ്ഥിതിക്ക് അനഘ ആരാണ് വഞ്ചിച്ചതെന്നും ആ വഞ്ചിച്ച ആളെ എന്തിനാണ് ആ പഴി മൊത്തം എൻ്റെ തലയിൽ ഇട്ടത് എന്നും എനിക്കറിയണ്ടേ, അതറിയേണ്ടത് എൻ്റെ ഒരു അവകാശമല്ലേ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. ഏതായാലും ചതിച്ചത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ തന്നെ അവർ 3 പേരും തീരുമാനിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നയനെ വീട്ടിൽ വരുന്നു. വന്നിട്ട് മുത്തശ്ശനുമായിട്ട് സംസാരിക്കും. അന്നേരം മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഇപ്പോൾ മുത്തശ്ശൻ ഒരു തെറ്റ് ചെയ്തു എന്ന് ആരെങ്കിലും മുത്തശ്ശിയോട് പറഞ്ഞാൽ മുത്തശ്ശി അത് വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ തന്നെയാണ് ഞാനും. എനിക്ക് ആദർശേട്ടനെ പൂർണ്ണ വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് മോളെ ഞാൻ ഈ കുടുംബത്തിൻ്റെ താക്കോല് നിന്നെ തന്നെ ഏൽപ്പിച്ചത്. ഒരു പക്വതയുള്ള പെൺകുട്ടി എങ്ങനെ ചിന്തിക്കുന്നോ എങ്ങനെ പെരുമാറുന്നോ അങ്ങനെയാണ് നീ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഏതായാലും ആദർശനൊരു ആശ്വാസമായി നയന കൂടെ നിന്നത്. പിന്നെ കാണിക്കുന്നത് അഭിയാണ്. അഭി നയനയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. നയനയുടെ അടുത്ത് തന്നെ ചന്തുമോളും ഉണ്ട് കേട്ടോ. എന്നിട്ട് നയനയോട് സംസാരിക്കുമ്പം ആദർശിലേക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അഭി സംസാരിക്കുന്നത്. ആദർശ് എല്ലാ കാര്യങ്ങളോടും നയനോട് തുറന്ന് പറഞ്ഞ കാര്യം അഭിക്കറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വിജയിച്ചു വരുന്നുണ്ട് എന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങോട്ട് പോരുവാണ് അഭി. അഭി അങ്ങനെ വിശ്വസിക്കുമ്പോഴും നയനയ്ക്ക് സംശയം മൊത്തം അഭിയെ തന്നെയാണ്. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.